Bethlehem Kudumba Unit, directed by Girish Shetty. So writing Girish Shettyയുടെ കൂടെ കിരൺ ജോഷി ആണ് ആക്ച്വലി സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഗിരീഷ് ഷെട്ടിയുടെ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ വെച്ചാൽ ഒരു റിപ്പീറ്റ് വാല്യൂ ഭയങ്കരമായിട്ട് ഉള്ള സിനിമകളാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫിലിം ഇപ്പോൾ തണ്ണീർമത്തനായാലും സൂപ്പർ ശരണി ആയി കഴിഞ്ഞാലും പ്രേമലു ആയി കഴിഞ്ഞാലും പ്രേമലുമൊക്കെ വന്നിട്ട് ഹെവി റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. സോ അത്തരത്തിലുള്ള ഗിരീഷ് ഷെട്ടി നമ്മൾ പ്രേമലു 2 പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തേക്ക് നിവിൻ പോളിയായിട്ട് ഒരു ഫിലിം വരുന്നു. മമിത ബൈജു ആണ് ആക്ച്വലി ഇതിൻ്റെ ലീഡ് ചെയ്യുന്നുള്ളത്. നിവിൻ പോളിയുടെ കൂടെ അവരുടെ ഫുൾ ടീം, അതായത് ഗിരീഷ് ഷെട്ടിയുടെ ഒരു ടീമുണ്ട്. ആ ഫുൾ ടീം സംഗീത് പ്രതാപ്, അതുപോലെ തന്നെ ശ്യാം മോഹൻ, നമ്മുടെ വിനീത് വിശ്വം, നമ്മുടെ മീനാക്ഷി, അങ്ങനെ ഗിരീഷ് ഷെട്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഉണ്ടായിട്ടുള്ള എല്ലാ ടീമും കൂടി ബാക്ക് ടു ഇതിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഒരു ഓണം ഫെസ്റ്റിവൽ സീസണിൽ ഒരു ഫാമിലി സിനിമ കാണാൻ പോകുന്ന സമയത്തേക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ അത് 150% അതിൻ്റെ ഒരു പീക്കിൽ എത്തിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ബത്ലഹേം കുടുംബ യൂണിറ്റ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നിവിൻ്റെ കംഫർട്ട് സോണിലേക്ക് വരുന്ന സമയത്തേക്ക് ഇപ്പം ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ടൈലർ മെയ്ഡ് നിവിൻ പോളി സിനിമയാണ്. നിവിൻ പോളിക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് വന്നിട്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ ദ സെൻസ് എത്രമാത്രം അത് ശരിയായിട്ടുള്ള ഒരു വിഷൻ ആണെന്നുള്ളത് നമുക്ക് ആക്ച്വലി ഈ സിനിമയിനകത്ത് നിവിൻ പോളിനെ കാണുമ്പോൾ മനസ്സിലാവും. ലിറ്ററലി ഹാപ്പി, അതായത് സർവമായ കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ട് നിവിൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് പോകുമ്പം നിവിൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി. ആൻഡ് നിവിന് ഉണ്ടാകുന്ന ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ എന്ത് തരത്തിലുള്ള സിനിമ എടുത്തിട്ടും കാര്യമില്ല. ലൈക്ക് കൊമേഴ്ഷ്യലി ഹൈ പാക്ഡ് സിനിമ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഹെവിലി ആക്ഷൻ ആയിരിക്കാം, ത്രില്ലർ ആയിരിക്കാം, ലൈക്ക് ബ്ലഡ് ഷെഡ് ഭയങ്കര ഓവറായിട്ടുള്ളതായിരിക്കാം, റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ആയിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഒരു മാസ് ഓഡിയൻസിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു ക്ലീൻ ആയിട്ടുള്ള സിനിമകളായിരിക്കും. ഒരു വലിയ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്ന സിനിമകൾ. ഈവൻ നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈവൻ ലോക ആയിക്കഴിഞ്ഞാൽ പോലും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആക്ച്വലി ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗിരീഷ് ഷെട്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ അറിയാതെ തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ ഇന്നാക്കി. പുള്ളി ഭയങ്കര നാച്ചുറലി അത് നമ്മളെ കൊണ്ട് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് ഇന്നാക്കും. സോ അത്തരത്തിലുള്ള പരിപാടി ഇതിൻ്റെ അകത്തും പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 10 minutes ഇനീഷ്യലി 10 minutes ഈ സിനിമക്കകത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സിനിമ പിക്കപ്പ് ആവുന്നത് നമ്മൾ പോലും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ സിനിമ ഗ്രാജ്വലി പിക്കപ്പായി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 10-15 minutesന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇവരുടെ കൂടെയാണ്. ഇപ്പം മമിത ബൈജു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള, ഭയങ്കര ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് കാണാം. ഇപ്പം വിശ്വനാഥൻ സൺസ് ആയിക്കഴിഞ്ഞാലും ഈ ഒരു സിനിമ ആയിക്കഴിഞ്ഞാലും ഒരു അണ്ടർലൈൻ കോൺസെപ്റ്റ് സിമിലർ ആണ്. പക്ഷെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് കുറെ കൂടി നമ്മളിലേക്ക് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. നിവിൻ പോളിയുടെ കൂടെ തന്നെ ഈ പറയുന്ന സംഗീതത്തിന് എവിടെ നിന്നാണെന്നറിയില്ല, ഈ ഗിരീഷ് ഷെട്ടിയുടെ പടത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കൊരു ട്രേഡ് മാർക്ക് സീൻ ഉണ്ടാവും. അതുപോലത്തെ ഒരു സീന് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഗിരീഷ് ഷെട്ടിയുടെ ഭയങ്കര രസമുള്ളൊരു ഫാക്ടർ, ഗിരീഷ് ഷെട്ടിയുടെ എല്ലാ സിനിമകളും എടുത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രപ്പോസൽ സീനുകളൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഈവൻ സൂപ്പർ ശരണി ആയി കഴിഞ്ഞാലും ശരി, തണ്ണീർമത്തനായി കഴിഞ്ഞാലും ശരി, നമ്മുടെ പ്രേമലു ആയി കഴിഞ്ഞാലും ലാസ്റ്റ് തൊട്ടുള്ള സീന് ഇതിൻ്റെ അകത്തും പുള്ളി അതെന്തോ സംതിങ് നോർമലായിട്ടുള്ള സീനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മളത് കണ്ട് അത് വിറ്റ്നസ് ചെയ്യുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫീല് തരുന്ന ഒരു പരിപാടിയായിരിക്കും ഗിരീഷ് ഷെട്ടി എപ്പോഴും ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള കുറേ മൊമെന്റ്സ്, അതിൽ കുറേ കോമഡിയൊക്കെ സ്ലാപ്സ്റ്റിക് കോമഡി വന്നിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓടി വീഴുന്നത്, മറ്റേ പുറകെ ഓടുന്നത്, തള്ളിയിടുന്നത്, മുട്ടി വീഴുന്നത്, ഈ പരിപാടി തന്നെയാണ്. പക്ഷെങ്കിൽ എന്തോ ഒരു ഫ്രഷ്നെസ് എക്സ്ട്രാ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഗിരീഷ് ഷെട്ടിയുടെ സിനിമയിൽ ഉണ്ടാവും. ഇപ്പം ഗിരീഷ് ഷെട്ടിയുടെ എല്ലാ സിനിമകളിലും വന്നിട്ട് ഈ പരിപാടിയൊക്കെ തന്നെ ഉണ്ട്. ഇതൊരു ടെംപ്ലേറ്റ് ഗിരീഷ് ഷെട്ടി സിനിമയാണ്. ഒരു ടൂറുണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള ടെംപ്ലേറ്റ് ഗിരീഷ് ഷെട്ടി സിനിമയാണ്. പക്ഷേ സംതിങ് നമ്മൾ ആ സിനിമയിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒരു ഫാക്ടർ ഈ സിനിമേൻ്റെ അകത്തുണ്ട്. ഭയങ്കര റിപ്പീറ്റ് വാല്യൂയിലേക്ക് സിനിമേനെ കൊണ്ടുവരുന്ന എന്തോ ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ഈ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ഗിരീഷിൻ്റെ മാജിക്കാണ്. അത് പ്രോപ്പർ റൈറ്റിങ്ങിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്, പ്രോപ്പർ വിഷനിലൂടെ, പ്രോപ്പർ ലൈറ്റിങ്ങിലൂടെ വന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് മ്യൂസിക് വിഷ്ണു വിജയ് ഒരുപാട് സിനിമകൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗിരീഷ് ഷെട്ടിയുടെ കൂടെ വരുന്ന സമയത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയി കഴിഞ്ഞാലും ശരി,
പാട്ടുകളായി കഴിഞ്ഞാൽ പാട്ടുകളൊന്നും വന്നിട്ട് നമുക്ക് ഈ സിനിമയിൽ വരുന്നത് പോലും മനസ്സിലാവില്ല, വരുന്നതും പോകുന്നതും അതൊക്കെ വന്നിട്ട് അതൊരു അത്രയും ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത്. സിനിമാറ്റോഗ്രാഫർ വന്നിട്ട് അജ്മൽ സാബുവാണ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ്. ഒരു 10 മിനിറ്റ് കൂടുതലുണ്ടെങ്കിൽ എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് എല്ലാവരും സിനിമ കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിലിമാണോ അങ്ങനെയൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ലൈക്ക് ഒരു നമ്മൾ ഈ ഒരു ഹെക്ടിക് ആയിട്ടുള്ള പീരീഡിലുള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കരമായിട്ട് വർക്ക് പ്രഷറും പരിപാടികളും എല്ലാം ഉള്ള ആൾക്കാർ നമ്മൾ ഈ പോയി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ഫോൺ നോക്കാതെ ഒരു ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള എന്നാലും നല്ല കോമഡിയുള്ള കുറേ മൊമെന്റ്സ് ഉള്ള ഒരു സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖമാണ് ആക്ച്വലി ഈ ബത്ലഹേം യൂണിറ്റ് കാണുന്ന സമയത്ത്. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത്രയും മൗത്ത് പബ്ലിസിറ്റി വരുന്നത്. ഇന്നലെ ഓണത്തിന് 97 ആണ് അതിൻ്റെ ഒക്കുപ്പൻസി കേരളത്തിൽ. സോ ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഈ സിനിമ ഓണത്തിൻ്റെ അന്ന് വന്ന് കണ്ടു. ഇനിയിപ്പം ഈ പറയുന്ന വെള്ളിയാഴ്ച അയക്കണം, ശനിയാഴ്ച, ഞായറാഴ്ച അയക്കണം, ഇത് ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതൊരു വലിയ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിവിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റായിട്ട് ആക്ച്വലി മാറിക്കൊണ്ടിരിക്കുകയാണ് ബത്ലഹേം. അതിനുള്ള പ്രൈം റീസൺ എന്ന് പറയുന്നത് ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന റൈറ്ററും ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന ഡയറക്ടറുമാണ്. സോ പുള്ളീനെ പോലത്തുള്ള ഡയറക്ടേഴ്സ് ഒബ്വിയസ്ലി ഇവിടെ വേണം. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ ഇവിടെ ആൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റർടൈനേഴ്സ് ചെയ്യാനും ആൾ വേണം. അറ്റ് ദ സെയിം ടൈം ഇതുപോലത്തെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു ഫീൽ ഗുഡ് ചെയ്യാനും ഇവിടെ ആൾക്കാർ വേണം. സോ നമ്മുടെ ആവേശത്തിലെ റോഷൻ ആക്ച്വലി ഈ റോഷനൊക്കെ വന്നിട്ട് വെച്ചാൽ ആവേശം തന്നെ നോട്ട് ചെയ്തതാണ്. കാരണം ഒരു കോമഡി ചെയ്യാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആൾക്കാർ അവരൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ ഇവരൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ ഒരു ഗ്യാങ് ആവാണ്. എക്സ്ട്രീംലി ഒരു രസമുള്ള അവർ തന്നെ ഒരു യൂണിറ്റ് പോലെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. ഗിരീഷിൻ്റെ ഈ ട്രാവൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തോ ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിനയ് ഫോർട്ട് ഒരു ക്യാരക്ടർ, വിനയ് ഫോർട്ടും ഒക്കെ വന്നിട്ടെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിനകത്തൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നമ്മളത് വെയിറ്റ് ചെയ്യണം. ലൈക്ക് ഓക്കെ അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്, അതിൻ്റെ എൻഡ് എന്താണ് എന്നുള്ളത് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു സുഖവും ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. ഈ സിനിമ എന്തായിരിക്കും, കഥാന്ത്യത്തിൽ എന്തായിരിക്കും എന്ന് പറയുന്ന പോലെ ആ സിനിമ മൂവ് ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഉള്ളൊരു സുഖം ഈ സിനിമേൻ്റെ അകത്തുണ്ട്. ഈവൻ മീനാക്ഷി പോലും ഈ സിനിമയിൽ ഓവർ ആക്ട് ചെയ്ത് ചളാക്കിയിട്ടില്ല. എല്ലാവരും വന്നിട്ട് ആ ഒരു സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംബിയൻസ്, ഒരു എൻവറോൺമെൻറ്റ് എല്ലാം നമ്മൾ പറഞ്ഞില്ലേ. മേ ബി വന്നിട്ടെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിനിമ ഇപ്പോൾ വളരെ കുറവിറങ്ങുന്നുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് ഇതാണ്. ആൻഡ് ദ ഫാക്ടർ ഈസ് നിവിൻ പോളി ഈസ് ഇൻസൈഡ്. നിവിൻ പോളി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് എൻഡ് ഓഫ് ദ ഡേ വന്നിട്ട് ഈ ഫാമിലി ഇങ്ങനെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇറ്റ്സ് നിവിൻ പോളി. സോ നിവിൻ പോളി അതിൻ്റെ ഉള്ളിലുണ്ട്. മമിതയുടെയും അവരുടെയും നിവിൻ്റെയും ഒരു പ്രപ്പോസൽ സീൻ ആയിക്കഴിഞ്ഞാലും ശരി, അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അവർ രണ്ടുപേരും അടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ചെറിയ കാര്യങ്ങളായിട്ടും അത് വന്നിട്ട് ഒരു പ്രോപ്പർ രസത്തിൽ അത് എന്താ പറയുക, അതൊരു ക്രിഞ്ചാവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് അത് കൊണ്ടുപോകാൻ ആക്ച്വലി ഗിരീഷ് ഷെഡിക്ക് പറ്റുന്നുണ്ട്. സോ ഗിരീഷ് ഷെഡി അത്തരത്തിലുള്ള പരിപാടികൾ തന്നെ ആയിട്ട് എന്നും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള സിനിമകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊരു കാണുന്ന പ്രേക്ഷകന്, പൈസ കൊടുത്ത് കാണുന്ന പ്രേക്ഷകന് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന, കാണുന്ന പ്രേക്ഷകൻ്റെ ചെവിടടിച്ച് പൊട്ടിക്കാത്ത, കാണുന്ന പ്രേക്ഷകനെ കൊഞ്ഞനം കുത്താത്ത സിനിമ ഉണ്ടാവുമല്ലോ. സോ അത്തരത്തിലുള്ള സിനിമയും സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ക്രാഫ്റ്റ്മാനും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന സിനിമയാണ് ആക്ച്വലി ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് വാച്ച് എത്രയാണെന്നുള്ളത് ആസ് എ സ്റ്റാൻഡ്സ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേമലൂടെ റീലിന് റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ റീലിന് റെസ്റ്റ് ചെയ്യാം. സോ OTTക്ക് ശേഷം വന്നിട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു റിപ്പീറ്റബിലിറ്റി. എനിക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടതിൻ്റെ പെർസ്പെക്റ്റീവിൽ പ്രേമലൂടെ അത്ര റിപ്പീറ്റ് എനിക്ക് ഇത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ റിപ്പീറ്റ് വാച്ചിൽ വരുന്ന ഒരു സിനിമയാണ്. റിപ്പീറ്റ് വാച്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിനിമ ഹിറ്റ് ആവുന്നത് വേറെ, ഒരു സിനിമ റിപ്പീറ്റ് വാച്ചിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ചെയ്യുന്നത് വേറെ. റിപ്പീറ്റ് വാച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മളത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ CID മൂസ പോലത്തെ സിനിമകളൊക്കെ നമ്മൾ ഏത് കാലത്തും, ഈശമാധവൻ അങ്ങനത്തെ പടങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എത്ര തവണ വന്നാലും കാണും. അങ്ങനെ ഒരു 100-150 പടമെങ്കിലും എൻ്റെ ലിസ്റ്റിലുണ്ട് അങ്ങനെ റിപ്പീറ്റ് വാച്ച് ആയിട്ട്. പക്ഷേ എന്നാലും പ്രേമലൂക്ക് അതിനൊരു ഇപ്പം ഈ അടുത്ത് വന്നതിൽ ഞാൻ ആക്ച്വലി ഏറ്റവും റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള സിനിമകളൊന്നായിരിക്കും പ്രേമലു. കാരണം ഒരു മിനിമം 10 തവണയെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഇട്ടാലും നാളെ ഇപ്പോൾ ഇട്ടാലും ഞാൻ ചിലപ്പം കാണും ആ സിനിമ. സോ എന്തോ ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. സോ അത്തരത്തിലുള്ള തന്നെയാണ് ആ റിപ്പീറ്റബിലിറ്റി ഫാക്ടർ ഉണ്ട് ഈ സിനിമക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
So do watch Bethlehem Kudumba in New theaters. Bye.